യോഗ ശരീരത്തിന്റെയും മനസ്സിന്റെയും രോഗങ്ങളെ ഇല്ലാതാക്കും. മനസ്സും പ്രാണനും തമ്മിൽ കൂടിച്ചേരുന്നതാണ് യോഗ. ശ്വാസഗതിയുമായി ബന്ധപ്പെടുത്തിയാണ് യോഗ ചെയ്യുന്നത്. പറച്ചിലല്ല, അനുഭവമാണ് യോഗ. തിയറി അല്ല, പ്രാക്ടീസ് ആണ് യോഗ. യോഗ ശരീരത്തിലെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. ആരോഗ്യമായി ജീവിക്കാൻ, സന്തോഷമായി ജീവിക്കാൻ യോഗ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണല്ലോ. 2014 മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ അസംബ്ലിയിൽ നടത്തിയ ലോകരാഷ്ട്രങ്ങളോടുള്ള അഭിസംബോധനയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആവശ്യത്തെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിൽ അംഗീകരിച്ചു. തുടർന്നാണ് ജൂൺ 21 അന്തർദേശീയ യോഗാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ജൂൺ 21ന്റെ പ്രത്യേകത നമുക്കറിയാം. സൂര്യൻ ഉത്തരഗോളത്തിൽ നിന്നും ദക്ഷിണഗോളത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്ന ദിവസമാണ്. വർഷത്തിൽ പകൽ കൂടുതൽ ലഭിക്കുന്ന ദിവസവും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ദിവസവും കൂടിയാണ്. ഇങ്ങനെ ശാസ്ത്രീയമായ ചില വശങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ജൂൺ 21 യോഗാ ദിനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം. മനുഷ്യനിൽ പ്രകൃതി വരുത്തുന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നതിനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ തീയതി തന്നെ തിരഞ്ഞെടുത്തത്. ഉത്തരാർദ്ധഗോളത്തിലുള്ള അധികം രാജ്യങ്ങളിലും ഇന്ന് സൂര്യൻ കൂടുതൽ സമയം പ്രകാശിക്കും. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പ്രയാണം നടത്തുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റവും ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് 177 രാജ്യങ്ങൾ അന്തർദേശീയ യോഗാ ദിനമായി ആചരിക്കപ്പെടുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി അന്നത്തെ മാമനിമാർക്കും ഋഷീശ്വരന്മാർക്കും പറഞ്ഞുകൊടുത്ത ജീവനശാസ്ത്രമാണ് യോഗ. 175 യോഗാ സൂത്രങ്ങളാണ് അദ്ദേഹം കൽപ്പിച്ചു നൽകിയത്. അത് യോഗാ സൂത്രം എന്ന പേരിലും അഷ്ടാംഗ യോഗ എന്ന പേരിലും ഒക്കെ തന്നെ ക്ലാസിഫൈ ചെയ്ത് ഇന്ന് പലതരത്തിലുള്ള സ്കൂളുകൾ വിപുലീകരിച്ച് അവരുടേതായ നിലയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇത് അനുഷ്ഠിക്കുന്നുണ്ട്. മനുഷ്യന് അത് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുകയാണ്. മനുഷ്യന്റെ സുഖവും സ്വസ്ഥവും ശാന്തവുമായ അവസ്ഥ, മാനസികവും ശാരീരികവും ആത്മീയവുമായ സംതൃപ്തമായ അവസ്ഥ നിലനിർത്തുന്നതിന് യോഗയുടെ നിത്യാഭ്യാസം ഗുണകരമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. നിത്യവും യോഗ അഭ്യസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരവും മനസ്സും ഏകാഗ്രമാകുകയും അത് കൂടുതൽ ഒരു വ്യക്തിയെ ശാന്തനാക്കുകയും സുഖിയാക്കുകയും ചെയ്യുന്നു. ഏറ്റവും നല്ലൊരു ഗുണം ഒരുവനിലുള്ള കുറ്റവാസന കുറയ്ക്കും എന്നുള്ളതാണ്. അതായത് അവനിലുള്ള നെഗറ്റീവ് തോട്ട്, പ്രതികൂലമായ ചിന്തകളെ ഇല്ലാതാക്കി അനുകൂല ചിന്തകളെ, അതായത് നല്ല ചിന്തകളെ സന്നിവേശിപ്പിക്കുവാൻ നിരന്തരമായ യോഗ പരിശീലനം കൊണ്ട് കഴിയും എന്നതാണ്. ഇന്ന് എല്ലാ രാജ്യങ്ങളും, ഏത് മതവിശ്വാസമുള്ള രാജ്യങ്ങളും ഇരു കൈയും നീട്ടി യോഗയെ സ്വീകരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് യോഗയ്ക്കുണ്ടാകുന്ന പ്രചാരണം അതിന്റെ ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ്. യോഗ മനുഷ്യരാശിയുടെ ഉത്തമമായ വളർച്ചയ്ക്ക് ഗുണകരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് അഭിമാനിക്കാം ഒരു ഭാരതീയൻ എന്ന നിലയിൽ. ആർഷ ഭാരത സംസ്കൃതിയുടെ സംഭാവനയാണ് യോഗ. ലോകത്തിന് ഭാരതം നൽകിയ ഒരു നിധി തന്നെയാണത്. അന്തർദേശീയ തലത്തിൽ യോഗ ഇന്ന് അംഗീകരിക്കുമ്പോൾ മനുഷ്യനെ സ്ഫുടം ചെയ്യുന്ന, ഗുണവൽക്കരിക്കുന്ന ജീവനശാസ്ത്രമെന്ന നിലയിൽ യോഗയെ നമുക്ക് ചേർത്ത് പിടിക്കാം. യോഗ ആചരിക്കുന്നവരൊക്കെയും ദീർഘായുസുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. യോഗ നല്ലൊരു ഗുരുവിൽ നിന്നും പരിശീലിക്കുക. നിങ്ങൾക്ക് ലോകത്തെ നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിക്കണം. ചിന്തകളെ നിയന്ത്രിക്കണമെങ്കിൽ ജീവനെ നിയന്ത്രിക്കണം. ജീവനെ നിയന്ത്രിക്കണമെങ്കിൽ ശ്വാസത്തെ നിയന്ത്രിക്കണം. ശ്വാസത്തെ നിയന്ത്രിക്കാൻ യോഗയ്ക്ക് കഴിയും. നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ നിയന്ത്രിച്ചാൽ ഈ ലോകത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. യോഗ ഒരു നല്ല ഗുരുവിൽ നിന്നും അഭ്യസിക്കുക. എല്ലാവർക്കും എൻ്റെ അന്തർദേശീയ യോഗാ ദിന ആശംസകൾ.